നടിയെ ആക്രമിച്ച കേസിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനം ശക്തമായതോടെ ക്ഷേത്രോത്സവത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിൽ നിന്നും നടൻ ദിലീപ് പിന്മാറി. എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 6:30 നിശ്ചയിച്ചിരുന്ന പരിപാടിയിലാണ് മാറ്റം വരുത്തിയത്. കൂപ്പൺ ഉദ്ഘാടനം ദിലീപ് നടത്തുമെന്ന് കാണിച്ച് പോസ്റ്ററുകൾ അടക്കം അടിച്ചിരുന്നു. ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമായതിനു പിന്നാലെ കൊച്ചിൻ ദേവസ്വം ബോർഡിലും എതിർപ്പുയർന്നിരുന്നു. തുടർന്ന് വിഷയം പരിഹരിക്കാൻ ക്ഷേത്ര ഉപദേശക സമിതിക്ക് ബോർഡ് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് താൻ ചടങ്ങിൽ നിന്ന് പിന്മാറുകയാണെന്ന് ദിലീപ് തന്നെ അറിയിച്ചുവെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അധ്യക്ഷൻ അശോക് കുമാർ വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനം ശക്തമായതോടെ ക്ഷേത്രോത്സവത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിൽ നിന്നും നടൻ ദിലീപ് പിന്മാറിയെന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് നിശ്ചയിച്ചിരുന്ന പരിപാടിയിലാണ് ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്. കൂപ്പൺ ഉദ്ഘാടനം ദിലീപ് നടത്തുമെന്ന് കാണിച്ച് പോസ്റ്ററുകൾ അടക്കം അടിച്ചിരുന്നു. ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിലും എതിർപ്പുയർന്നത്. തുടർന്ന് വിഷയം പരിഹരിക്കാൻ ക്ഷേത്ര ഉപദേശക സമിതിക്ക് ബോർഡ് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് താൻ ചടങ്ങിൽ നിന്ന് പിന്മാറുകയാണെന്ന് ദിലീപ് തന്നെ അറിയിച്ചുവെന്നാണ് ക്ഷേത്ര ഉപദേശക സമിതി അധ്യക്ഷൻ വ്യക്തമാക്കിയത്. UDF വിപുലീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. ആശയപരമായി യോജിക്കുന്നവരെ ഉൾപ്പെടുത്തി അടിത്തറ വർദ്ധിപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. LDF-ൽ അസംതൃപ്തരുണ്ട്. അവർ UDF-ൽ എത്തുമെന്നാണ് കരുതുന്നതെന്നും സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. UDF-ന് നല്ല മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം മുസ്ലിം ലീഗും അതിൻ്റെ പ്രകടനം വളരെയേറെ മെച്ചപ്പെടുത്തി കൂടുതൽ സീറ്റുകളിലേക്ക് ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു. UDF-ൻ്റെ